ഓം ശക്തി. എല്ലാവർക്കും നമസ്കാരം. അപ്പോ 27 നക്ഷത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായ ഭരണി നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഡിസംബർ 22 മുതൽ 28 വരെയുള്ള ഈ ആഴ്ച നിങ്ങൾക്കായി എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ അറിയാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ടല്ലേ, ഭരണി 10 നാഴികാന്ന്. അത് ശരിക്കും നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തെയും സഹനശക്തിയെയുമാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും. അപ്പോൾ ഈ ഒരു സ്വഭാവം അത് തന്നെയാണ് ഈ ആഴ്ച വരാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും അടിസ്ഥാനം. നിങ്ങളുടെ ആ കഴിവുകൾ ശരിക്കും ഉപയോഗിക്കാനുള്ള ഒരു സമയമാണിത്. ഈ ആഴ്ച നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം പൊതുവായ കാര്യങ്ങൾ, പിന്നെ കരിയർ, സാമ്പത്തികം, കുടുംബജീവിതം, ആരോഗ്യം, അങ്ങനെ ഓരോന്നായിട്ട് നോക്കും. അവസാനം കുറച്ച് പരിഹാരങ്ങളും ലക്കി ഫാക്ടേഴ്സും കൂടി നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പൊ നമുക്ക് ഈ ആഴ്ചയുടെ പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമല്ലേ? ശുക്രന്റെ സ്വാധീനമുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല പ്രതീക്ഷകൾ നൽകുന്ന ഒരാഴ്ചയാണിത്. നോക്കൂ, ഈ ആഴ്ച നിങ്ങൾക്ക് ശരിക്കും ഒരു സുവർണാവസരമാണ്. എത്രയോ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന പല കാര്യങ്ങളും അതൊക്കെയൊന്ന് നടപ്പിലാക്കാൻ പറ്റിയ സമയമാണിത്. കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു ദൈവാധീനം കൂടെയുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ പ്രവൃത്തിയായിട്ട് മാറുന്ന ഒരു മാന്ത്രിക സമയം. അപ്പോ പൊതുവായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നിങ്ങളുടെ ജോലിയുടെയും ബിസിനസിന്റെയും ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. കാരണം ഈ ആഴ്ച കരിയറിൽ നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ശരിക്കും തിളങ്ങാൻ പറ്റിയ സമയമാണിത്. പുതിയ ഉത്തരവാദിത്വങ്ങൾ അതൊക്കെ നിങ്ങളെങ്ങോട്ട് തേടി വരും. അത് നിങ്ങളുടെ കഴിവിനുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെ കാണണം. ഇനി കല, സിനിമ, ഡിസൈനിങ് ഈ ഫീൽഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പ്രശസ്തിയും പുതിയ ചാൻസുകളും വരും. ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, ഗുണം ചെയ്യും. വിദേശത്ത് ഒരു ജോലി സ്വപ്നം കാണുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നല്ല കാര്യങ്ങൾക്കിടയിൽ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു മിതത്വം പാലിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ. അപ്പോ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി കുറച്ചുകൂടെ എളുപ്പമാകും. ഓർക്കുക, നല്ല ബന്ധങ്ങൾ എപ്പോഴും ഒരു മുതൽക്കോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ജോലി കഴിഞ്ഞു. ഇനി പൈസയുടെ കാര്യം നോക്കാം, അല്ലേ? ധനപരമായിട്ട് എങ്ങനെയിരിക്കും ഈ ആഴ്ച? സത്യം പറഞ്ഞാല് വളരെ ശോഭനമായ ഒരു സമയമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള വഴികൾ ഒന്നൊന്നായിട്ട് തുറന്നു വരും. ഒന്നാമതായി, പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തും. എവിടെയെങ്കിലും കിട്ടാതെ കിടന്ന പണമുണ്ടെങ്കിൽ അത് തിരികെ വരാൻ നല്ല സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കടങ്ങളൊക്കെ കുറച്ചുകൊണ്ടുവരാനും പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങാനും പറ്റിയൊരു സമയം കൂടിയാണിത്. ഈ ആഴ്ച കയ്യിൽ കാശ് വരുമ്പോൾ സ്വാഭാവികമായും ആഡംബരങ്ങൾക്കും മറ്റുമായി കുറച്ച് ചെലവഴിക്കാൻ തോന്നും. അത് നിങ്ങൾക്ക് സന്തോഷം തരും, അതിൽ തെറ്റൊന്നുമില്ല. എന്നാലും ഒരു കാര്യം മനസ്സിൽ വെക്കണം. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ, അതായത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിലെ മുതിർന്നവരോടൊന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ ആ ഒരു അനുഭവ സമ്പത്ത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ശരി, ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധങ്ങൾ. അവിടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. കുടുംബപരമായി നോക്കുമ്പോൾ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരാഴ്ചയായിരിക്കും ഇത്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും, കൂടുതൽ സ്നേഹത്തിലാകും. മക്കളുടെ കാര്യത്തിൽ നല്ല വാർത്തകൾ കേൾക്കാനുള്ള യോഗമുണ്ട്. ഒരുപക്ഷെ അവരുടെ വിവാഹമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിലോ ആകാം. പിന്നെ കുറച്ചു കാലമായി അകന്നു നിന്ന ബന്ധുക്കളൊക്കെ വീണ്ടും അടുത്തു വരാനും പിഴക്കങ്ങളൊക്കെ മാറാനും സാധ്യതയുണ്ട്. വീട്ടിലൊരു മംഗളകരമായ ചടങ്ങ് നടക്കാനും നല്ല യോഗം കാണുന്നു. ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കേണ്ടേ? അപ്പോ ഈ ആഴ്ച ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവെ നോക്കിയാല് ആരോഗ്യം തൃപ്തികരമാണ്, പേടിക്കാനൊന്നുമില്ല. എങ്കിലും 2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്ത്രീകൾ ഗൈനക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങളിൽ കുറച്ചൊരു കെയർ കൊടുക്കുക. അതോടൊപ്പം കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാനൊരു സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ബാലൻസ് കൊണ്ടുവരാൻ കുറച്ച് സിമ്പിൾ ടിപ്സ് ഉണ്ട്. കുറച്ചുനേരം ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഭക്ഷണത്തില് പറ്റുന്നത്രയും പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ടോ, ഇത്തരം ചെറിയ മാറ്റങ്ങൾ മതി വലിയ ഫലങ്ങൾ കിട്ടാൻ. അപ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി അവസാനമായിട്ട് ഈ ആഴ്ചയിലെ പോസിറ്റീവ് എനർജി ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് പരിഹാരങ്ങളും ഭാഗ്യഘടകങ്ങളും കൂടി നോക്കാം.
ഈ ആഴ്ച നിങ്ങളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 6ഉം 9ഉമാണ്. അതുപോലെ ഭാഗ്യനിറങ്ങൾ വെള്ളയും പിന്നെ ഇളം ചുവപ്പുമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൂടി കൂട്ടാൻ സഹായിച്ചേക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരത്തിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണല്ലോ. അപ്പോൾ ശുക്രനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലത് മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതാണ്. ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ ഇതിലും നല്ലൊരു വഴിയുണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിക്കുന്നതും അത്യുത്തമം. ഇനി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ച ഒരു വ്രതമെടുക്കുന്നത് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യത്തിനും കാരണമാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഭരണി നക്ഷത്രക്കാർക്ക് ഇത് ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ആഴ്ചയാണ്. നിങ്ങൾ ഭക്തിയോടും ശരിയായ മാർഗത്തിലും പ്രവർത്തിച്ചാൽ മതി. നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ സാധിക്കും. വളരെ നല്ലൊരാഴ്ചയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പോ ഈ ആഴ്ച നിങ്ങളെ തേടി വരുന്ന ഈ ഐശ്വര്യം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ഈ പോസിറ്റീവ് എനർജിയെ മുഴുവനായിട്ടും ഉപയോഗിക്കുക, മുന്നോട്ടു പോവുക. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.